ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷതീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശുക്രന്റെ രാശിമാറ്റം മൂലം പല നക്ഷത്രങ്ങൾക്കും കൂടുതൽ ശുഭഫലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഏപ്രിൽ മാസം 19 തീയതി ശുക്രൻ മേടൻ രാശിയിൽ നിന്നും അതിൻ്റെ സ്വക്ഷേത്രമായ ഇടവം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ഈ സംക്രമം വിവിധ കൂറിൽപ്പെട്ടവർക്ക് പ്രത്യേകം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ഏപ്രിൽ മാസം 19 തീയതി ഉച്ചകഴിഞ്ഞ് 3:47 മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ശുക്രൻ 26 ദിവസം അവിടെ നിലനിൽക്കും. ശുക്രന്റെ ഈ രാശിമാറ്റം മൂലം കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് അനുഭവിക്കാനിടയുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. പുണർദം, കാല്, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ ഉൾപ്പെടുന്നത്. സ്വക്ഷേത്ര ബലവാനായ ശുക്രൻ കൂടുതൽ ഗുണഫലങ്ങൾ, കൂടുതൽ വീര്യത്തിൽ ഈ കൂറുകാർക്ക് പ്രദാനം ചെയ്യും. ഭാര്യ, ഭർത്താവ്, വിവാഹം, ദാമ്പത്യം, സ്വർണം, നിധി, സുഖഭോഗ വസ്തുക്കള്, ലൗകിക സുഖങ്ങൾ തുടങ്ങിയ എല്ലാവിധ ഭൗതിക സുഖങ്ങളെയും ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ്. 11ാം ഭാവം ലാഭസ്ഥാനമാണ്. ജീവിതത്തിൽ സാമ്പത്തിക ലാഭം മാത്രമല്ല, മറ്റ് പലവിധ ലാഭങ്ങളും നേടുവാനുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക പുരോഗതി, അതുപോലെ വിവാഹ ജീവിതം, സന്താനങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളെ ഒരാൾക്ക് തൻ്റെ വ്യക്തി ജീവിതത്തിൽ നേടുവാനുണ്ട്. 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ വലിയ ബന്ധു ലാഭം ഈ കൂറുകാർക്ക് നൽകുന്നതാണ്. നല്ല പുതിയ ബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ ഈ കൂറിൽപ്പെട്ടവർക്ക് ശുക്രന്റെ ഈ രാശിമാറ്റം മൂലം സാധിക്കും. അതുപോലെ നിലവിലുള്ള ബന്ധുക്കളിൽ നിന്നും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വളരെ കാലമായി കൂടുതൽ അടുപ്പം കാണിക്കാത്ത ബന്ധുക്കളുമായിട്ട് കൂടുതൽ അടുക്കുവാനും അവരുമായിട്ട് കൂടുതൽ സഹായങ്ങളിൽ ഏർപ്പെടുവാനും ഈ കൂറുകാർക്ക് ഇടവരും. ഇത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്ക് കാരണമാകും. ബന്ധുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും കൂടുതലായി സഹായങ്ങൾ ലഭിക്കുവാൻ ശുക്രന്റെ രാശിമാറ്റം സഹായിക്കും. സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പെട്ടെന്ന് ഇല്ലാതാവുകയും പരസ്പരം കൂടുതൽ സ്നേഹത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. മൃഷ്ടാന ഭോജനവും ഈ കൂറുകാർക്ക് ശുക്രന്റെ 11ാം ഭാവസ്ഥിതി മൂലം അനുഭവപ്പെടും. തങ്ങൾ ആഗ്രഹിച്ച പ്രിയപ്പെട്ട ഭക്ഷണ പാനീയങ്ങൾ ഇവർക്ക് കൂടുതലായി അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാവും. സാമ്പത്തികമായ ലാഭവും 11ാം ഭാവത്തിലെ ശുക്രൻ നൽകുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ച ഈ കൂറിൽപ്പെട്ടവർക്ക് പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് ഇല്ലാതാവുകയും മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും. സാമ്പത്തിക ബാധ്യത ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ തീർക്കുവാനും സാമ്പത്തികമായ ഒരു മുന്നേറ്റം ജീവിതത്തിൽ നടത്തുവാനും കഴിയും. പല ഭാഗത്തു നിന്നും ലഭിക്കാനുള്ള പണം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. ചിട്ടി, ലോണ്, മറ്റ് സാമ്പത്തിക ഇടപാടുകളിലൂടെ ലഭിക്കാനുള്ള ലാഭങ്ങളൊക്കെ ഇവർക്ക് ശുക്രന്റെ 11ാം ഭാവസ്ഥിതി മൂലം ലഭിച്ചു തുടങ്ങും. സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ ആനുകൂല്യങ്ങളോ കുടിശ്ശികളോ ഒക്കെ ലഭിക്കുവാനുള്ള ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും അതൊക്കെ വേഗത്തിൽ ലഭിക്കും. കച്ചവടം, കൃഷി, വ്യവസായം തുടങ്ങിയ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കർമ്മ മേഖലയിൽ നിന്നും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. ഇതുവരെ നഷ്ടത്തിൽ പ്രവർത്തിച്ച കർമ്മ മേഖല കൂടുതൽ പുഷ്ടിപ്പെടുകയും അവിടെ നിന്നും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. പുതിയ കർമ്മരംഗത്തേക്ക് പ്രവേശിക്കുവാനും അവിടെയൊക്കെ വിജയിക്കുവാനും ഈ കൂറുകാർക്ക് ഇടയാകും. നാനാവിധത്തിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടമാണ് ലാഭസ്ഥാനത്തെ ശുക്രന്റെ സ്ഥിതി മൂലം കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ കളത്ര സുഖപ്രാപ്തിയും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. വിവാഹ ആലോചനകൾ പലത് വന്നിട്ടും അനുയോജ്യമായ വിവാഹം ലഭിക്കാത്ത ഈ കൂറുകാർക്ക് വളരെ വേഗത്തിൽ തന്നെ വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ അകന്ന് താമസിക്കുന്ന ദമ്പതിമാർക്ക്
അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകുവാനും കഴിയുന്നതാണ്. വിവാഹ മോചനം നേടി പുതിയ ഒരു വിവാഹത്തിന് ആലോചിക്കുന്നവർക്കും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ അനുകൂല സമയമാണ് ശുക്രന്റെ 11ാം ഭാവസ്ഥിതി. മനസ്സന്തോഷം ഈ കൂറുകാരെ സംബന്ധിച്ച് കൂടുതലായി അനുഭവപ്പെടും. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുവാനും അവിടെ വിജയിക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ കൂടുതലായി നടക്കുവാൻ സാധ്യതയുണ്ട്. വിവാഹ നിശ്ചയം, വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയമാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ഉദ്യോഗം, വിവാഹം എന്നീ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ ശുക്രന്റെ 11ാം ഭാവസ്ഥിതി മൂലം ഈ കൂറുകാർക്ക് സാധിക്കും. ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കോ, വീട് പണിയുവാനോ വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്കോ, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ അനുകൂല സമയമാണ്. അതുപോലെ തന്നെ ക്രയവിക്രയം നടത്തുന്നവർക്ക് അതിലൂടെ കൂടുതൽ സാമ്പത്തിക നേട്ടം അനുഭവപ്പെടും. സന്താന ഗുണവും ഈ കൂറുകാർക്ക് കൂടുതലായി അനുഭവപ്പെടും. സന്താനങ്ങളെ ഓർത്ത് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു വരുന്ന ഈ കൂറുകാർക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. സന്താനങ്ങളുടെ കാര്യത്തിൽ വലിയ മനസ്സന്തോഷം അനുഭവപ്പെടുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരണം ഉണ്ടാവുകയും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും. രോഗദുരിതങ്ങളിൽപ്പെട്ട് കഴിയുന്ന ഈ കൂറുകാർക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം അനുഭവപ്പെടും. സുഗന്ധദ്രവ്യങ്ങൾ കൂടുതലായി വാങ്ങുവാനും അതൊക്കെ അനുഭവിക്കുവാനും യോഗമുണ്ട്. വിലയേറിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങി അണിയുന്നതിന് ഈ കൂറുകാർക്ക് ശുക്രന്റെ 11ാം ഭാവസ്ഥിതി സഹായകമാകും. ആഡംബര വസ്തുക്കൾ കൂടുതലായി വാങ്ങുന്നതിനും വീട്ടിൽ അതൊക്കെ ഉപയോഗിക്കുന്നതിനും ഈ കൂറിൽപ്പെട്ടവർക്ക് സാധിക്കുന്നതാണ്. തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനും മനസ്സിന് പൂർണ്ണമായ സന്തോഷം അനുഭവിക്കുവാനും 11ാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഈ കൂറുകാരെ സഹായിക്കും. കർക്കിടകക്കൂറിൽപ്പെട്ട എല്ലാവർക്കും ശുക്രന്റെ അനുകൂല സ്ഥിതി മൂലം കൂടുതൽ സൗഭാഗ്യങ്ങൾ അനുഭവപ്പെട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.